السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد صلاة نكون بها مدفونين بجواله ومحشورين تحت لوائه وعلى آله وصحبه وبارك وسلم. سيدنا معاوية بن أبي سفيان رضي الله تعالى عنهما ബഹുമാനപ്പെട്ടവരെ കുറിച്ച് വളരെ അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങൾ ചില വ്യാജ തരീക്കത്തിന്റെ അനുയായികൾ പ്രചരിപ്പിക്കുന്നതും പല ആളുകളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ആ വിഷയത്തെക്കുറിച്ചൊരു വിശദീകരണം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ സംസാരം. ആ ആരോപണത്തിന്റെ ചുരുക്കം ബഹുമാനപ്പെട്ട ഇമാം മസ്റൂഖ് റഹിമഹുല്ലാഹു തആല വാസുത്തിൽ വെച്ച്, വാസുത്ത് എന്ന് പറഞ്ഞാൽ ബസറയുടെയും കൂഫയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ വെച്ചൊരു കപ്പൽ കാണുകയും ആ കപ്പലിൽ ധാരാളം വസ്തുക്കളുണ്ട്, കുറെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിഗ്രഹങ്ങൾ ആ കപ്പലിലെ ചരക്കുകളുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം ഇതെന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ ആ കപ്പലിലെ ജോലിക്കാർ പറഞ്ഞു, ഇത് സയ്യിദ് മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇന്ത്യയിലേക്കും മറ്റും അയച്ച് കച്ചവടം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള വിഗ്രഹങ്ങളാണ്. ഇതവർ പറയലോടുകൂടി മസ്റൂഖ് റഹിമഹുല്ലാഹു തആലയുടെ ഖൽബിൽ സയ്യിദ് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനിനെ കുറിച്ചും മറ്റും സംശയം ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് കഥയുടെ ചുരുക്കം. ഈ കഥ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ഇമാം തൊബരി റഹിമഹുല്ലാഹു തആലയുടെ തഹ്ദീബുൽ ആഥാർ, അതുപോലെ ഇമാം ബലാദുരിയുടെ അൻസാബുൽ അഷ്റാഫ്, ഇമാം ഇബ്നു അബി ഷൈബ തങ്ങളുടെ മുസന്നഫ്, ഇങ്ങനെയുള്ള ആദ്യകാല രചനകളിലെല്ലാം ഈ ഒരു ചരിത്രം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് എടുത്തുദ്ധരിച്ചുകൊണ്ട് വളരെ മുമ്പ് തന്നെ സയ്യിദുനാ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ ആക്ഷേപിക്കുന്ന ആളുകൾ ഒരു ആരോപണമായിട്ട് ബഹുമാനപ്പെട്ടവരുടെ വിശ്വാസത്തിലും മറ്റും ആളുകൾക്ക് സംശയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് പ്രചരിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ സംഭവത്തിന്റെ നിജസ്ഥിതി എന്താണ്, ഈ പറയപ്പെടുന്ന നിവേദനത്തിന്റെ ആധികാരികത എന്താണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒന്നാമതായി, മുമ്പ് നമ്മൾ സംസാരിച്ചൊരു വിഷയം ആവർത്തിക്കുകയാണ്. ഇസ്ലാമിന്റെ ആദ്യകാല രചനകളിൽ, പ്രത്യേകിച്ചും പിൽക്കാലത്തുള്ള മറ്റ് ചരിത്ര രചനകളിലെല്ലാം തന്നെ ആധികാരികമായതും അല്ലാത്തതുമായ ഒട്ടേറെ വിവരണങ്ങൾ ഉണ്ടാകും. ചരിത്രകഥയുടെ പതിവ് എന്ന് പറഞ്ഞാൽ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഇതൊരു തെറ്റായ കഥയാണെങ്കിൽ എന്തുകൊണ്ട് ഇമാമിങ്ങൾ ഉദ്ധരിച്ചു എന്നുള്ളത്. ആ ഒരു സംശയത്തിനുള്ള നിവാരണമാണ് ഈ പറയുന്നത്. ചരിത്രകൃതികളുടെ പൊതുവായ ശൈലി എന്ന് പറഞ്ഞാൽ ഒരു വിഷയം സംസാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്, തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, അതെല്ലാം തന്നെ ശേഖരിക്കുക എന്നുള്ളതാണ്. അല്ലെ ശരി തെറ്റുകൾ വേർതിരിക്കുക എന്നുള്ള പതിവ് ചരിത്രകാരന്മാർക്ക് ഇല്ല, അത് അവരുടെ ദൗത്യവുമല്ല. ബഹുമാനപ്പെട്ട ഇമാം തൊബരി ഈ സംഭവം ഉദ്ധരിച്ച ഇതേ ഇമാം തൊബരി റഹിമഹുല്ലാഹു തആല തന്നെ അവരുടെ താരീഖിന്റെ തുടക്ക ഭാഗത്ത് ഈ കാര്യം വിവരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, എൻ്റെ ഈ ഗ്രന്ഥത്തിൽ ധാരാളം കാര്യങ്ങൾ കാണും, അതിൽ ശരിയായതും ആധികാരികമല്ലാത്തതും എല്ലാം ഉണ്ടാകും. ആളുകൾക്ക് കേൾക്കുമ്പോൾ തന്നെ അരോചകമാകുന്നതും ഇത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുന്നതുമായ ധാരാളം കാര്യങ്ങൾ ഉണ്ടാകും. നമ്മൾ സ്വന്തം വകയിൽ പറയുന്ന കാര്യങ്ങളല്ല അത്. അതെല്ലാം തന്നെ മുൻഗാമികളായ മറ്റു പല ആളുകളും ചരിത്രകാരന്മാരും ഉദ്ധരിച്ച കാര്യങ്ങൾ അതേപോലെ ഉദ്ധരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതല്ലാതെ ശരിതെറ്റുകൾ വേർതിരിക്കലല്ല എന്ന് ബഹുമാനപ്പെട്ടവർ ആ താരീഖു തബ്രീയുടെ തുടക്കത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇത് ബഹുമാനപ്പെട്ടവർ മാത്രം പറയുന്ന കാര്യമല്ല, പിൽക്കാലത്തുള്ള മുഹദ്ദിസുകളെല്ലാം തന്നെ ഈ കാര്യം വിവരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദുൽ ഇറാഖി റഹിമഹുല്ലാഹു തആല അവരുടെ അൽഫിയത്ത് സീറയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, സീറ ഗ്രന്ഥങ്ങളുടെ, ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഒരു പൊതുശൈലി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, സീറ ഗ്രന്ഥങ്ങൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ, അതിൽ സ്വഹീഹായതും സ്വഹീഹല്ലാത്തതും ഇത്തരത്തിലുള്ള ആധികാരികമായതും തള്ളപ്പെടേണ്ടതുമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ചരിത്രകാരന്മാർ ഉദ്ധരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ സനതൊന്നും പരിശോധിക്കില്ല, അതെല്ലാം അതേപടി ഉദ്ധരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. കാരണം വിവരങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. അത് നമുക്ക് അനുകൂലമായതാണെങ്കിലും പ്രതികൂലമായതാണെങ്കിലും അതെല്ലാം തന്നെ ശേഖരിക്കുക എന്നുള്ളതാണ് ചരിത്രകാരന്മാരുടെ ദൗത്യം. അത് മാത്രമാണ് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇത് അഹ്ലുസുന്നയുടെ ലോകത്ത് വൈജ്ഞാനികമായി ഇടപെടുന്ന ആളുകൾക്കെല്ലാം ബോധ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഇമാം അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു സംഭവം ആധികാരികമായിക്കൊള്ളണമെന്നില്ല, അത് സത്യമായിക്കൊള്ളണമെന്നില്ല. അതിന്റെ സനത് പരിശോധിക്കണം, അതിനെക്കുറിച്ച് മറ്റ് അയിമത്ത് പറഞ്ഞത് എന്താണെന്ന് പരിശോധിക്കണം. അതിനുശേഷം മാത്രമേ നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് മാത്രമല്ല, ഹബീബായ സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പോലും ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത എത്രയോ കാര്യങ്ങൾ ചരിത്രകൃതികളിൽ നമുക്ക് കാണാൻ കഴിയും. സയ്യിദുനാ മുആവിയ റളിയല്ലാഹു തആല അൻഹുവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഈ ചരിത്രം തീർത്തും അടിസ്ഥാനരഹിതമായ, ആധികാരികമായി സ്ഥിരപ്പെടാത്ത ഒരു കെട്ടുകഥ മാത്രമാണ്. അതിനെക്കുറിച്ച് ചരിത്രം എന്ന് പോലും പറയാൻ കഴിയില്ല. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല വഴിയാണ് ഈ സംഭവം ഗ്രന്ഥകാരന്മാരെല്ലാം അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം അഹ്മദ് വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്, മുഹദ്ദിസാണ്.
പക്ഷേ അദ്ദേഹത്തിൻ്റെ നിവേദനങ്ങൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി ഒരു നിലപാട് അഹ്ലുസുന്നയുടെ ഉലമാഇനുണ്ട്. അദ്ദേഹത്തിൻ്റെ നിവേദനങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ അവലംബയോഗ്യമല്ല എന്നാണ് അയിമത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ കാരണം ബഹുമാനപ്പെട്ടവർ പലപ്പോഴും വളരെ ദുർബലരായ അവലംബയോഗ്യതല്ലാത്ത ആളുകളിൽ നിന്ന് ഹദീസുകളും ചരിത്രങ്ങളും നിവേദനം ചെയ്യുകയും ഇത് ആരിൽ നിന്നാണ് കേട്ടത്, ആരിൽ നിന്നാണ് ഇത് നിവേദനം ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കാതിരിക്കുകയും ചെയ്യും. ആരിൽ നിന്നാണോ താൻ ഹദീസുകൾ ചരിത്രങ്ങൾ കേട്ടത് അവരെ വ്യക്തമാക്കാതെ മറ്റ് നിവേദകന്മാരിലേക്ക് ചേർത്തുകൊണ്ട് അത്തരം സംഭവങ്ങൾ നിവേദനം ചെയ്യുന്ന ഒരു പതിവ് ബഹുമാനപ്പെട്ടവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിവേദനങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ അവലംബയോഗ്യമല്ല. അത്തരത്തിലുള്ള നിവേദനങ്ങൾ പലതും കൂഫയിലും മറ്റുമുള്ള ഷിയാക്കളിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല ഒരു ഷീഈ പക്ഷ ചായ്വുള്ള വ്യക്തിയാണെന്ന് പോലും അഹ്ലുസുന്നയിലെ ചില അയിമത്ത് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. പല അയിമത്തും ബഹുമാനപ്പെട്ടവർക്ക് ഒരു ഷീഈ ചായ്വുണ്ട് എന്ന് രേഖപ്പെടുത്തിയത് കാണാം. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ മാത്രം ഈ രൂപത്തിലുള്ള നിവേദനങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിന്ന് ഉണ്ടായി എന്നാണ്. ബഹുമാനപ്പെട്ടവർ വലിയ മഹത്വമുള്ള ആദരവുള്ള ആളാണ്. അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല. കുഫക്കാരിൽ നിന്നും അതുപോലെയുള്ള ആളുകളിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച നിവേദനങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അത് കണ്ട് ഇതിന്റെ ആധിക്യം കാരണം, ഇത്തരത്തിലുള്ള ഷീഈ പക്ഷ നിവേദനങ്ങളുടെ ആധിക്യം കാരണം ബഹുമാനപ്പെട്ട ഒരു ഷീഈ ആണോ എന്ന് പോലും പലരും തെറ്റിദ്ധരിച്ചു പോയി. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ കഥയും ഇതേ രൂപത്തിലുള്ളതാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല അബൂ വായിൽ എന്നവരിൽ നിന്ന് കേട്ടു എന്ന രൂപത്തിലാണ് ഈ സംഭവം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല അബൂ വായിൽ എന്നവരിൽ നിന്ന് ഈ സംഭവം കേട്ടിട്ടില്ല. അവർ നേർക്കുനേരെ കാണുകയും ബന്ധപ്പെടുകയും നിവേദനങ്ങൾ കൈമാറുകയും ചെയ്ത വ്യക്തികളല്ല. ഇവർക്കിടയിൽ മറ്റാരിൽ നിന്നോ ആണ് ബഹുമാനപ്പെട്ടവർ ഇത് കേട്ടിട്ടുള്ളത്. ഇത് ആരിൽ നിന്നാണ് കേട്ടത്? അത് വളരെ വ്യക്തമായി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല രേഖപ്പെടുത്തുന്നുണ്ട്. ഇതേ സനദോടുകൂടി സമാനമായ ഒരു സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സയ്യിദുന മുആവിയ റളിയല്ലാഹു തആല അൻഹു വിഗ്രഹങ്ങളോടൊത്ത് സമയം ചെലവഴിക്കുന്ന ആളായിരുന്നു എന്നാണ് ആ നിവേദനത്തിലുള്ളത്. അതും ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആലയിലൂടെയാണ് നിവേദനം ചെയ്യപ്പെടുന്നത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല അബൂ വായിൽ എന്നവരിൽ നിന്ന് സമാനമായ സനദ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല അബൂ വായിൽ എന്നവരിൽ നിന്ന് നിവേദനം ചെയ്യുന്നു എന്ന രൂപത്തിൽ. അതിനെക്കുറിച്ച് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹിമഹുല്ലാഹു തആലയോട് ചോദിക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വളരെ രൂക്ഷമായിട്ട് ബഹുമാനപ്പെട്ടവർ പ്രതികരിച്ചു. കൂഫക്കാരെ ബഹുമാനപ്പെട്ടവരെ ആക്ഷേപിച്ചു. ബഹുമാനപ്പെട്ടവർക്കറിയാം ഇത് കൂഫയിലെ ഷിയാക്കളുടെ പണിയാണ്, അവരാണ് ഇത്തരത്തിലുള്ള ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നത്. ബഹുമാനപ്പെട്ടവരും വളരെ രൂക്ഷമായി കൂഫയിലെ ആളുകൾ ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹുവിനെ ആക്ഷേപിക്കുന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ പ്രതികരിച്ചു. ശേഷം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, തകല്ലമ ബിഹി റജുലുൻ മിന ഷിയ, അത് ഷിയാക്കളിൽപ്പെട്ട ഏതോ ഒരുത്തൻ പടച്ചുണ്ടാക്കിയതാണ്, പറഞ്ഞുണ്ടാക്കിയതാണ്, അത് ആധികാരികമായി സ്ഥിരപ്പെട്ടതല്ല, അത് ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അതേ സനദോടു കൂടിയാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല അബൂ വായിൽ എന്നവരിൽ നിന്ന് അതേ രൂപത്തിൽ തന്നെയാണ് ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആലയുടെ ഈ പരാമർശം ബഹുമാനപ്പെട്ട ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹു തആല അവരുടെ മുൻതഖബ് മിനൽ ഇലൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സംഭവം ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല കൂഫക്കാരായ ഷിയാക്കളിൽ നിന്നും കേട്ട സംഗതി അതേ രൂപത്തിൽ രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഇത് ആധികാരികമായി സ്ഥിരപ്പെട്ടതോ അങ്ങനെ ഒരു തെളിവായി ഉദ്ധരിക്കാൻ കഴിയുന്നതോ അതല്ലെങ്കിൽ ഇത് മുന്നിൽ വെച്ചുകൊണ്ട് സയ്യിദുനാ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള അത്രയും അത്യുന്നതരായ ഒരു സ്വഹാബിയെ ആക്ഷേപിക്കാൻ ഉതകുന്നതോ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. വിമർശകന്മാർ പറയുന്നത് പോലെ സയ്യിദുനാ മുആവിയ റളിയല്ലാഹു തആല അൻഹു വിഗ്രഹങ്ങൾ വിൽപ്പന നടത്തി സമ്പത്ത് നേടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ എത്രമാത്രം ചരിത്ര വിരുദ്ധതയാണത്. കാരണം സയ്യിദുനാ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ ഒരു സുവർണ്ണ കാലമായിരുന്നു. അത് ഷിയാ ചരിത്രകാരന്മാർ പോലും രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. സയ്യിദുനാ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാം ഇത്രയും വിസ്തൃതിയിലാകുന്നത്. ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ വന്നു. സയ്യിദുനാ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണത്. അർമീനിയയും സൈപ്രസും റോമിന്റെ പല ഭാഗങ്ങളും ഇങ്ങനെ അന്നത്തെ ലോക രാജ്യങ്ങൾ മുഴുവനും സൈനിക മുന്നേറ്റത്തിലൂടെ കീഴടക്കുകയും ഇസ്ലാമിന്റെ കാൽക്കീഴിൽ കൊണ്ടുവരികയും അന്നത്തെ വിഗ്രഹാരാധനയുടെ ഈറ്റില്യങ്ങളെ മുഴുവനും തകർക്കുകയും ചെയ്ത വ്യക്തിയാണ് സയ്യിദുനാ മുആവിയ റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ ലോകം മുഴുവനും വിഗ്രഹാരാധന നടന്നിരുന്ന നാടുകളെ കീഴടക്കി ഇസ്ലാമിന്റെ തൗഹീദ് സ്ഥാപിച്ചൊരു വ്യക്തി ഇപ്പുറത്ത് വിഗ്രഹങ്ങൾ വിറ്റ് കാശുണ്ടാക്കാൻ നടക്കുക. ഇത്രമാത്രം ചരിത്രവിരുദ്ധത സയ്യിദുനാ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനോടുള്ള വിദ്വേഷം കാരണം ആളുകൾ പറയുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ സുവർണ്ണ കാലഘട്ടമാണ്. മറ്റൊരു ഖലീഫയ്ക്കോ അതല്ലെങ്കിൽ ഒരു ഭരണാധികാരിക്കോ അവകാശപ്പെടാൻ കഴിയാത്ത വലിയ മുന്നേറ്റം ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. സയ്യിദുനാ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിത വിശുദ്ധിയെക്കുറിച്ചോ അല്ലാഹു തആലയിലുള്ള ഭയത്തിനെ കുറിച്ചോ അവരുടെ ഭരണ മികവിനെ കുറിച്ചോ അവരുടെ നീതിബോധത്തിനെ കുറിച്ചോ ആ കാലഘട്ടത്തിൽ ഒരാൾക്ക് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല.
ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളാണ് വിശുദ്ധമായ വഹിയെ രേഖപ്പെടുത്താൻ വേണ്ടി സയ്യിദുന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ നിയോഗിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ടവർ കത്തുകൾ എഴുതിയിരുന്നു. ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്തു. അല്ലാഹുമ്മ ജഅൽഹു ഹാദിയൻ മഹ്ദിയ, അല്ലാഹുവേ ഇവരെ നീ ഹിദായത്തുള്ളവരും ഹിദായത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ആളുമാക്കണമേ. ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയായിരുന്നു അത്. ഹബീബായ തങ്ങളുടെ അടുക്കൽ സയ്യിദുന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് വലിയ സ്ഥാനമായിരുന്നു. അവിടെ ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങൾക്കും ബഹുമാനപ്പെട്ടവരുടെ വിശ്വാസത്തിലോ അവരുടെ നീതിബോധത്തിലോ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, മാകാന സയ്യിദുന മുആവിയ റളിയല്ലാഹു തആല അൻഹു അലാ സയ്യിദിന റസൂലില്ലാഹി സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലമ മുത്തഹമൻ. ഹബീബായ തങ്ങളുടെ അടുക്കൽ യാതൊരു തെറ്റിദ്ധാരണയ്ക്കും വകുപ്പില്ലാതെ നിലക്ക് ജീവിച്ച ആളായിരുന്നു സയ്യിദുന മുആവിയ റളിയല്ലാഹു തആല അൻഹു. ഇത് ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്നത്തെ അഹ്ലു ബൈത്തിന്റെ നേതാവല്ലേ, ബഹുമാനപ്പെട്ടവരാണ് ഈ പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് എല്ലാ നിലക്കുമുള്ള ആദരവും ബഹുമാനവും ഏറ്റുവാങ്ങിയ വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന മുആവിയ റളിയല്ലാഹു തആല അൻഹു. ഒരാൾക്ക് പോലും ബഹുമാനപ്പെട്ടവരുടെ വിശ്വാസത്തെക്കുറിച്ചോ അവരുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ചോ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ആ നബൂവത്തിന്റെയും റിസാലത്തിന്റെയും കാലഘട്ടത്തിൽ ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ടവരെ ഒപ്പം നിർത്തി. അത് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അതിന്റെ ശേഷം സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അന്ന് സിറിയയുടെ ഷാമിന്റെ അധികാരം ബഹുമാനപ്പെട്ടവരെ ഏൽപ്പിക്കുന്നത് സയ്യിദുന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരനായ യസീദ് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. ഈ യസീദ് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന് ശേഷം ആ അധികാരം സയ്യിദുന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ശേഷം സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടമെത്തി. അന്ന് ആ ഷാമിന്റെ അധികാരം അതേ രൂപത്തിൽ സയ്യിദുന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് ഏൽപ്പിക്കുന്നത്. സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തിന് ശേഷം സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോഴും ഇതേ അവസ്ഥ തന്നെ. ഷാമിന്റെ അധികാരം സയ്യിദുന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകളിലാണ് ഏൽപ്പിക്കപ്പെട്ടത്. ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ടവരെ വിശ്വസിച്ചു. 3 ഖുലഫാക്കളും ബഹുമാനപ്പെട്ടവരെ വിശ്വസിച്ചു. ഇവർക്ക് ആർക്കും ബഹുമാനപ്പെട്ടവരെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. എല്ലാവരും വിശ്വസ്തനായി കണ്ട് അത്രയും പ്രാധാന്യമുള്ള ഷാമ് പോലെയുള്ള ഒരു പ്രദേശത്തിന്റെ അധികാരവും നിയന്ത്രണവും ബഹുമാനപ്പെട്ടവരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചാളുകൾ വന്നിട്ട് പറയുന്നത് ബഹുമാനപ്പെട്ടവരെ വിശ്വസിക്കാൻ പറ്റൂല എന്ന്. സയ്യിദുന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിത വിശുദ്ധിയെക്കുറിച്ചോ ഭരണ മികവിനെക്കുറിച്ചോ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല. ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തും സയ്യിദുന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്തും എല്ലാവരും ബഹുമാനപ്പെട്ടവരിൽ സംതൃപ്തരായിരുന്നു. എല്ലാവരും ബഹുമാനപ്പെട്ടവരുടെ ഭരണ മികവിനെ പുകഴ്ത്തിയിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. ഇത് എല്ലാ കാലത്തും ഉണ്ടായ സംഗതിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വെച്ചിട്ട് കിസ്റന്റെയും കൈസറിന്റെയും ഒക്കെ ഭരണ മികവിനെ കുറിച്ചൊക്കെ പരാമർശിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ തിരിച്ചു വെച്ചു, തദ്കുറൂന കിസ്റ വ കൈസറ വഇൻദകും സയ്യിദുന മുആവിയ, നിങ്ങൾ കിസ്റന്റെയും കൈസറിന്റെയും ഒക്കെ മത പറയുന്നത് നിങ്ങളുടെ അടുക്കൽ സയ്യിദുന മുആവിയ റളിയല്ലാഹു തആല അല്ലേ, അവരുടെ ഭരണം അവരുടെ കാഴ്ചപ്പാടുകൾ അത് എത്ര മികച്ചതാണ്, അത് ഇവിടെ ഉണ്ടായിരിക്കാൻ നിങ്ങൾ കിസ്റന്റെയും കൈസറിന്റെയും ഒക്കെ നോക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇത് സയ്യിദുന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലും ഈ ഭരണ മികവ് വളരെ തെളിഞ്ഞ രൂപത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ടവരെ ആശ്രയിക്കാത്ത, ബഹുമാനപ്പെട്ടവരുടെ ഗുണം കൈപ്പറ്റാത്ത, ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിന്ന് ഹദിയകളും പാരിതോഷികങ്ങളും സ്വീകരിക്കാത്ത ഒരാൾ പോലും ആ കാലത്ത് ഉണ്ടായിട്ടില്ല. അന്ന് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി, അന്ന് ജീവിച്ചിരിക്കുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ടവർ ഓരോ വർഷവും ചെലവഴിച്ചിരുന്നത് ഭീമമായ സംഖ്യയായിരുന്നു. അവരെല്ലാവരും അത് കൈപ്പറ്റുകയും ചെയ്തിരുന്നു. അതിന് ഒരാൾ ഒഴിവല്ല. സൈന ഹസൻ, സൈന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ, ഇവരെല്ലാവരും ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിന്ന് പാരിതോഷികങ്ങൾ സ്വീകരിക്കുകയും ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിന്ന് ഗുണങ്ങൾ നേടുകയും ചെയ്ത ആളുകളായിരുന്നു. സയ്യിദുന മുആവിയ റളിയല്ലാഹു തആല അൻഹു ഈ കാര്യങ്ങളിലെല്ലാം കൃത്യമായി ശ്രദ്ധ പുലർത്തിയുന്ന ആളായിരുന്നു. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹുവിലെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനുവേണ്ടി സമയം നീക്കിവെക്കുകയും സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യമാരിൽ ഒരാൾ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹ, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ മകളാണ്. ആ വിവാഹം നടത്തി കൊടുക്കുന്നത് സയ്യിദുന മുആവിയ റളിയല്ലാഹു തആല അൻഹു ആണ്. അന്ന് ആ വിവാഹ ദിവസം 10,000 ദിർഹം ഹസൻ തങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ടവർ ചെലവഴിച്ചു, ഹദിയായി കൊടുത്തു എന്നാ. അന്ന് ഹസൻ തങ്ങൾ ചോദിച്ചില്ല, നിങ്ങൾ വിഗ്രഹം വെച്ചിട്ട് ആ കായ് കൊണ്ടാണോ എനിക്ക് ഹദിയ തന്നതെന്ന്. ഉമ്മഹാത്തുൽ മുഅ്മിനീന് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഓരോ വർഷവും എത്ര ഭീമമായ സംഖ്യ ആയിരുന്നു ബഹുമാനപ്പെട്ടവർ നൽകാറുണ്ടായിരുന്നത്. ആരും ചോദിച്ചില്ല, നിങ്ങൾ വിഗ്രഹം വെച്ചിട്ട് കായ് ഉണ്ടാക്കിയിട്ടാണോ നമ്മളെ സൽക്കരിക്കുന്നതെന്ന്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ചോദിക്കാൻ അർഹരായ നീതിബോധമുള്ള അല്ലാഹു തആല മയക്കുന്ന സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും അത് ചോദിക്കേണ്ടതായിരുന്നു. ഒരാളും ചോദിച്ചിട്ടില്ല. ചരിത്രത്തിൽ എവിടെയും ഈ ഇത്തരത്തിലുള്ള വിമർശനം സയ്യിദുന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെതിരിൽ ആരും നടത്തിയിട്ടില്ല.
എല്ലാവരും ബഹുമാനപ്പെട്ടവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തിരുന്നു. സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹ മഹദി അവറുകൾ ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നി അതമന്ന യസീദല്ലാഹു തആല സയ്യിദന മുആവിയ റളിയല്ലാഹു തആല അൻഹു മിൻ ഉംരി ഫി ഉംരി. എൻ്റെ ആയുസ്സിന് അല്പം കൊടുത്തിട്ടെങ്കിലും സയ്യിദന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആയുസ് അല്ലാഹു തആല ദീർഘിപ്പിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്. എൻ്റെ ആയുസ് കുറിച്ച് പോയാലും വേണ്ടിയില്ല, മുആവിയ തങ്ങൾ ആയുസ് കൂടിയിരുന്നെങ്കിൽ. പറയാൻ കാരണം എന്താ, അവരുടെ ഭരണം അത്രയും മികച്ചതായിരുന്നു. ഇസ്ലാമിൻ അതിന്റെ ഇസ്സത്തിന്റെ ഉന്നതിയിലെത്തിയ ഒരു കാലഘട്ടമായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ഭരണകാലം. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും എല്ലാവരും ഈ രൂപത്തിൽ ബഹുമാനപ്പെട്ടവരെ കണ്ടിരുന്നു. സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, മുആവിയ തങ്ങൾ വമാ റഅയ്തു അഹദൻ അസ്വദ മിൻ സയ്യിദന മുആവിയ റളിയല്ലാഹു തആല അൻഹു. മുആവിയ തങ്ങളെക്കാളും ഔദാര്യവാനായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടില്ല. ബഹുമാനപ്പെട്ടവർ ചോദിക്കും, സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനേക്കാളും ആണോ? ബഹുമാനപ്പെട്ട ഒരു മറുപടി പറയും, കാന ഉമർ ഖൈറൻ മിൻഹു. സയ്യിദന ഉമർ റളിയല്ലാഹു തആല അൻഹു മുആവിയ തങ്ങളെക്കാളും ഉന്നതനായ ശ്രേഷ്ഠനായ ആളാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ വകാന സയ്യിദുന മുആവിയ അസ്വദ മിൻഹു. പക്ഷേ മുആവിയ തങ്ങൾ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനേക്കാളും ഔദാര്യവാനായ ആളാണ്. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ അനുയായികൾക്ക്, ബഹുമാനപ്പെട്ടവരുടെ പ്രജകൾക്ക് ഒരു പ്രയാസവും നേരിട്ടിരുന്നില്ല. അത്തരത്തിൽ ഒരു സംഭവം ആധികാരികമായി സ്ഥിരപ്പെട്ടില്ല. എല്ലാവരും അന്ന് ജീവിച്ചിരിക്കുന്ന സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും ബഹുമാനപ്പെട്ടവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ പാരിതോഷികങ്ങളും ഹദിയകളും അവർ സ്വീകരിച്ചിരുന്നു എന്നുള്ളത്. ഇവിടെയുള്ള സാധാരണക്കാരനായ ഒരു മുഅ്മിന്റെ പോലും ഒരു കള്ളക്കച്ചവടക്കാരൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ വിഗ്രഹം വെക്കുന്നവൻ്റെ അടുത്തുനിന്നോ കാശ് വാങ്ങിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ധൈര്യം ഉണ്ടാവില്ല, അള്ളാഹു തആല ഭയക്കുന്ന ഒരു മുഅ്മിന്. അവിടെയാണ് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും സയ്യിദന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ നിന്ന് ഓരോ വർഷം ആയിരക്കണക്കിന് ദിർഹമുകൾ ഹദിയയായി സ്വീകരിക്കുന്നത്. ആ ഒറ്റ കാര്യം മതി ബഹുമാനപ്പെട്ടവരുടെ ജീവിതം അതിവിശുദ്ധമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റഹിമഹുല്ലാഹു തആല അവരുടെ സവായിഖുൽ മഹ്രിക എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, وأما ما يستبيحه بعض المبتدعة من سبه ولعنه فله فيه أي أسوة بشيخ وعثمان وأكثر الصحابة. ബഹുമാനപ്പെട്ട സയ്യിദന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ ആക്ഷേപിക്കുന്നതും ശപിക്കുന്നതും അനുവദനീയമാണെന്ന് പറയുന്ന മുബ്തദികൾ, അവർക്ക് ആ വിഷയത്തിൽ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹുമിലും ഷെയ്ഖൈനിലും സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുമിലും എന്ത് മാതൃകയാണുള്ളത്. ഫലാ യുൽതഫതു ലിദാലിക വലാ യുഅവ്വലു അലൈഹി. അവർ പറയുന്ന വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ അതിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യരുത്. ഫഇന്നഹു ലം യസ്ദുറ ഇല്ലാ അൻ ഖൗമിൻ ഹംഖാ ജുഹലാ അഗ്ബിയാ തുഗാത്ത് ലാ യുബാലില്ലാഹു തആല ബിഹിം ഫി അയ്യി വാദിൻ ഹലകൂ. കാരണം അത്തരം വിമർശനങ്ങൾ വിഡ്ഢികളായ, വിവരം കെട്ട, മോശക്കാരായ, അക്രമികളായ ആളുകളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ എവിടെ പോയി നശിച്ചാലും അല്ലാഹു തആല അത്തരക്കാരെ പരിഗണിക്കുന്നേയില്ല. അത്രയും മോശപ്പെട്ട ആളുകളിൽ നിന്ന് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹുവിന് എതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇത് ബഹുമാനപ്പെട്ടവർ പറയാം. ശേഷം അത്തരം ആളുകൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുന്നുണ്ട്. അതിന്റെ അവസാനത്തിൽ ബഹുമാനപ്പെട്ടവർ പറയാണ്, വലഖദ് ഇസ്തഅമല സയ്യിദന മുആവിയ റളിയല്ലാഹു തആല അൻഹു സയ്യിദന ഉമർ വ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുമാ. സയ്യിദന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവും സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവും അവരുടെ ഭരണകാലത്ത് ഷാമിന്റെ അധികാരം കൊടുത്ത് അവിടെ നിയന്ത്രണം ഏൽപ്പിച്ചു, അധികാരം ഏൽപ്പിച്ചിട്ടുണ്ട്. വകഫാഹു ദാലിക ശറഫ. അത് മാത്രം മതി ബഹുമാനപ്പെട്ടവർക്ക് ഒരു മഹത്വമായിട്ട്. വേറെ ഒരു മഹത്വം ഒന്നുമില്ലെങ്കിലും സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവും എല്ലാം അവരുടെ ഭരണകാലത്ത് അല്ലാഹു തആലയുടെ ഹക്കനുസരിച്ച് ഭരണം നടക്കണം, കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന കാണിഷതയുള്ള, അല്ലാഹു തആല അത്രയും ഭയക്കുന്ന ആ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും അത്രയും പ്രധാനപ്പെട്ട പ്രദേശത്തിന്റെ അധികാരം ബഹുമാനപ്പെട്ടവരെ വിശ്വസിച്ചേൽപ്പിച്ചു. അത് മാത്രം മതി സയ്യിദന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് അഭിമാനിക്കാൻ, ശ്രേഷ്ഠതയായിട്ട്, മഹത്വമായിട്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല പറയുന്നതായി ഇമാം ഖാദി ഇയാദ് റഹിമഹുല്ലാഹു തആല അവരുടെ കിതാബ് ഷിഫയിൽ രേഖപ്പെടുത്തുന്നത് കാണാം. മൻ ശതമ അഹദ മിന സ്വഹാബിൻ നബി സല്ലല്ലാഹു തആല അലൈഹി വസല്ലം മിനൽ ഖുലഫാഇ ഔ സയ്യിദന മുആവിയത ഔ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹും ഫഇൻ ഖാല കുല്ലുഹും കാനൂ അലാ ളലാലിൻ വകുഫ്രിൻ ഖുതില. ബഹുമാനപ്പെട്ടവർ പറയുന്നത്, ഒരു വ്യക്തി സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹുവിൽപ്പെട്ട ഖുലഫാക്കളെയോ സയ്യിദന മുആവിയ തങ്ങളെയോ സയ്യിദന അംർ ഇബ്നുൽ ആസ് തങ്ങളെയോ ആക്ഷേപിച്ചു, എന്നിട്ട് അയാൾ പറഞ്ഞത് എന്താണ്, ഇവരെല്ലാം വലാലത്തിലാണ്, കാഫറുകളാണ് എന്നെങ്ങാനും ഒരാൾ പറഞ്ഞാൽ അവിടെ ഭരണാധികാരി ആ വ്യക്തിക്ക് വധശിക്ഷ നടപ്പാക്കണം. ഇനി
ഇനി മറ്റുള്ള ആളുകളെ പോലെ കഫറാന്നൊന്നും പറഞ്ഞില്ല, മറ്റുള്ള ആളുകളെ പോലെ ആക്ഷേപിക്കുന്നത് പോലെ ഇവരെയും സൈന മഹാവിയത്തങ്ങളെയും സൈന അമറുബിനെല്ലാം ആക്ഷേപിക്കുകയാണെങ്കിൽ എങ്കിൽ നുക്കില ബിഹി നക്കാലൻ ശരീര, അവിടെ ഭരണാധികാരി കഠിനമായ ശിക്ഷ അയാൾക്ക് നടപ്പാക്കണം. ഇത് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹിമഹുല്ലാഹു തആലയുടെ വാക്കുകളാണ്. മദഹബുകളുടെ ഇമാമുകളിൽ ഒരാളായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു സീന മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയത്തിൽ പറയുന്ന കാര്യമാണിത്. ഇത് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല മാത്രമല്ല, സൈന അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹിമഹുല്ലാഹു തആല ബഹുമാനപ്പെട്ടവരും രൂക്ഷമായ ഭാഷയിൽ സൈന മുആവിയ തങ്ങളെ ആക്ഷേപിക്കുന്ന ആളുകൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. മുആവിയ തങ്ങളെ ആക്ഷേപിക്കുന്ന ആളുകളുടെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ പോലും പറ്റില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആല രേഖപ്പെടുത്തുന്നത്. അഹ്ലുസുന്നയുടെ നിലപാട് ഇതായിരുന്നു. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും നമ്മളെ പഠിപ്പിച്ചത് ഇതായിരുന്നു. അതുകൊണ്ട് അല്ലാഹു തആലയുടെ അടുക്കൽ ഹബീബായ സല്ലല്ലാഹു തആല അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടേണ്ടി വരും എന്ന ഭയം കൽബിലുള്ള ഒരു വിശ്വാസിയും സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹുവിൽപ്പെട്ട ഒരാളെക്കുറിച്ച് പോലും മോശമായൊരു സംസാരം തങ്ങളുടെ നാവിൽ നിന്ന് വരുന്നതിൽ നിന്ന് സൂക്ഷിക്കുക, അത്തരം സംസാരം നടത്തുന്നവരുമായി വിട്ടുനിൽക്കുക, അത്തരം കാര്യങ്ങളിൽ മറ്റുള്ള ആളുകൾക്ക് ശരിയായ വഴി മനസ്സിലാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, അത്തരക്കാരോട് എല്ലാ നിലക്കും വിട്ടുനിൽക്കുക. അതാണ് നമ്മുടെ ഈമാനിന് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഈമാനിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകളായി കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.